പ്രാർത്ഥനയോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനവാനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാം സമാധാനമുണ്ടായിരിക്കട്ടെ. പ്രത്യേകമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന അറിയിപ്പുകാരനായ വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാകരമാകുന്ന സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ കന്യകമറിയാം ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ളാവതിനും നമ്മുടെ കർത്താവും ദൈവരക്ഷിതാവുമാകുന്ന യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവയൊക്കെ ഇപ്രകാരം സംഭവിച്ചു. യേശുദമ്പുരാൻ ഇപ്രകാരം പറഞ്ഞ ശേഷം യെരൂശലേമിലേക്ക് പോകുവാനായിട്ട് മുന്നോട്ട് നടന്നു. അവൻ ബേത്സയിദ എന്ന് വിളിക്കപ്പെടുന്ന ഒലിവുമലയ്ക്ക് അടുത്തുള്ള ബേത്ഫഗയ്ക്കും ബഥാന്യയ്ക്കും അടുത്തെത്തപ്പോൾ നല്ല ശിഷ്യന്മാരും രണ്ടുപേരെ അയച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നമ്മുടെ നേരെയുള്ള ആ ഗ്രാമത്തിലേക്ക് പോകുകയും നിങ്ങളതിൽ പ്രവേശിക്കുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിൻ്റെ പുറത്ത് ഒരിക്കലും ഒരുവനും കയറിയിട്ടില്ല. അതിനെ അഴിച്ചുകൊണ്ടുവരും. എന്തിനാണ് നിങ്ങളതിനെ അഴിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് പറയും. അയക്കപ്പെട്ടവർ പോയി അവൻ പറഞ്ഞിരുന്ന പ്രകാരം കണ്ടു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥർ, നിങ്ങൾ ഈ കഴുതക്കുട്ടിയെ അഴിക്കുന്നതിന് എന്ന് ചോദിച്ചു. അവർ അവരോട്, ഞങ്ങളുടെ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അവർ അതിനെ യേശുദമ്പുരാന്റെ അടുക്കൽ കൊണ്ടുവന്നു. കഴുതക്കുട്ടിയുടെ പുറത്ത് വസ്ത്രങ്ങൾ വിരിച്ച് അതിന്മേൽ യേശുദമ്പുരാനെ കയറ്റി. അവൻ പോകുമ്പോൾ പലരും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു. സൈത്തുപർവ്വതത്തിന്റെ ഇറക്കത്തോട് അടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ടിട്ടുള്ള സകല അത്ഭുത ശക്തികളെയും കുറിച്ച് സന്തോഷിച്ച് ആർത്തു വിളിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്വർഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ സ്തുതി, അത്യുന്നതങ്ങളിൽ ഹോശാന, ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്വർഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ സ്തുതി, അത്യുന്നതങ്ങളിൽ ഹോശാന, ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്വർഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ സ്തുതി, അത്യുന്നതങ്ങളിൽ ഹോശാന. പരീശന്മാരിൽ ചിലർ ഈ പുരുഷന്മാരുടെ ഇടയിൽ നിന്നവരോട്, റാബി, ഇതിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. അവനവരോട് ഇവർ മിണ്ടാതെ ഇരുന്നാൽ
കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് തമ്പുരാൻ കർത്താവ് താൻ കൽപ്പിച്ച് അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ഊശാന ഊശാന ദാവീദാത്മജനൂശാന ഊശാന ഊശാന ദാവീദാത്മജനൂശാന. നിബിയന്മാരുടെ തിരുനിവഹം നടകൊള്ളുന്നു പുരോഭൂവിൽ. ശ്ലീഹന്മാരുടെ ദിവ്യഗണം പിന്നണി ചേർന്നു വരുന്നല്ലോ. ഊശാന ഊശാന ദാവീദാത്മജനൂശാന ഊശാന ഊശാന ദാവീദാത്മജനൂശാന. സൈത്തിൻ കൊമ്പുകളേന്തീതാ പിഞ്ചുകിടാങ്ങൾ പാടുന്നു. ഭൂസ്വർഗങ്ങളിലൂശാന ദാവീദാത്മജനൂശാന ഊശാന ഊശാന ദാവീദാത്മജനൂശാന ഊശാന ഊശാന ദാവീദാത്മജനൂശാന. വന്നവനും വരുവോനുമഹോ ധന്യൻ നിഖിലേശാസ്തോത്രം. ഊശാന ഊശാന ദാവീദാത്മജനൂശാന. ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന അറിയിപ്പുകാരനായ വിശുദ്ധ മർക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷത്തിൽ നിന്ന് ജീവനുള്ള വചനവും നമ്മുടെ ദൈവവും രക്ഷിതാവുമാകുന്ന യേശുമശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നിർമ്മാണങ്ങളിൽ ഇവയൊക്കെ ഇപ്രകാരം കൽപ്പിച്ചരുളി ചെയ്തു. യേശു തമ്പുരാൻ സൈന്യത്തിന് സമീപമുള്ള ബേത്ഫാഗയും ബേഥാനിയും വരെ യെരൂശലേമിനെ സമീപിച്ചപ്പോൾ തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയക്കുകയും അവരോട് ഇപ്രകാരം പറയുകയും ചെയ്തു. നമ്മുടെ നേരെയുള്ള ആ ഗ്രാമത്തിലേക്ക് പോകുകയും നിങ്ങളതിൽ പ്രവേശിക്കുന്നവരുടെ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. ഇതുവരെയും ഒരു മനുഷ്യനും അതിന്റെ പുറത്ത് കയറിയിട്ടില്ല. നിങ്ങളതിനെ അഴിച്ചുകൊണ്ട് വരും. നിങ്ങൾ എന്തിന് ഇത് ചെയ്യുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് അതിനെ ആവശ്യമുണ്ട് എന്ന് പറയുന്നു. ഉടനെ അവർ അതിനെ ഇവിടേക്ക് വിട്ടയക്കും. അവർ പോയി തെരുവിൽ പുറത്തു വാതിൽ കെട്ടിയിരുന്ന കഴുതക്കുട്ടിയെ കണ്ടു. അതിനെ അഴിക്കവേ അവിടെ നിന്നവരിൽ ചിലർ നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചു. അവർ യേശു തമ്പുരാൻ കൽപ്പിച്ച പ്രകാരം അവരോട് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചു. അനന്തരം അവർ കഴുതക്കുട്ടിയെ യേശു
പലരും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിക്ക് വിരിച്ചും ചില വൃക്ഷങ്ങളിൽ നിന്ന് ചെറുശാഖകൾ വെട്ടിയെടുത്ത് വഴിയിൽ വിതറി. അവരും മുമ്പേയും പോയിക്കൊണ്ടിരുന്നവർ ഇപ്രകാരം ആർത്തു വിളിച്ചു, ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്ന നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്വർഗ്ഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ സ്തുതി, അത്യുന്നതങ്ങളിൽ ഹോശാന, ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്വർഗ്ഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ സ്തുതി, അത്യുന്നതങ്ങളിൽ ഹോശാന, ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്വർഗ്ഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ സ്തുതി, അത്യുന്നതങ്ങളിൽ ഹോശാന. യേശു തമ്പുരാൻ യെരൂശലേമിൽ ദേവാലയത്തിൽ പ്രവേശിച്ച് സർവ്വവും കണ്ടു. സന്ധ്യാസമയമായപ്പോൾ അവൻ 12 പേരോടുകൂടി ബെഥാന്യയിലേക്ക് പോയി. പിറ്റേ ദിവസം ബെഥാന്യയിൽ നിന്ന് പോരുമ്പോൾ അവന് വിശന്നു. ഇലകളുള്ള ഒരു അത്തിവൃക്ഷം ദൂരം കണ്ടിട്ട് അതിൽ വല്ലതും കണ്ടേക്കാം എന്ന് വെച്ച് അതിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഇലകളല്ലാതെ അതിലൊന്നും കണ്ടില്ല. എന്തെന്നാൽ അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. അവൻ അതിനോട്, ഇനി എന്നേക്കും ഒരുവനും നിന്നിൽ നിന്ന് ഫലം ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ കേട്ടു. പിന്നെ അവർ യെരൂശലേമിൽ ചെന്ന് ദൈവാലയത്തിൽ യേശു തമ്പുരാൻ പ്രവേശിച്ച് അവിടെ കൊണ്ടുവരെ പുറത്താക്കുവാൻ തുടങ്ങി. നാണയം മാറുന്നവരുടെ മേശകളും പ്രാവുകളെ നിൽക്കുന്നവരുടെ പീഠങ്ങളും മറിച്ചിട്ടു. ദൈവാലയത്തിനകത്തുകൂടി ഒരുവനും സാമാനങ്ങൾ കടത്തിക്കൊണ്ടു പോകുവാൻ അവൻ സമ്മതിച്ചില്ല. അവൻ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ഭവനം സകല ജനങ്ങൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഉപയോഗം തീർത്തിരിക്കുന്നു. പ്രധാനാചാര്യന്മാരും വേദപണ്ഡിതന്മാരും ഇത് കേട്ടിട്ട് അവനെ എങ്ങനെ കൊല്ലേണ്ടു എന്ന് ആരായുകയും ചെയ്തു. എന്നാൽ ജനങ്ങളെല്ലാം അവന്റെ ഉപദേശത്തിൽ സ്ത്രീചിരുന്നുകൊണ്ട് അവർ അവനെ ഭയപ്പെടുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ശിശുക്കൾ ദൈവത്തെ
നിന്റെ
വിശുദ്ധന്മാരുടെ ഗണങ്ങളോടും ഒരുമിച്ച് ആന്തരികമായ ഉത്സാഹങ്ങളോടും യോഗ്യമായ കൊമ്പുകളോടും കൂടെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനും അടിയങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, അനശ്വര വസ്ത്രങ്ങളാൽ പ്രശോഭിതരാകുവാനും മഹത്തരമായ ആന്തരിക കൊമ്പുകളോടുകൂടെ നിന്റെ തടുക്കപ്പെട്ടവരോടൊരുമിച്ച് സന്തോഷകരവും ആനന്ദകരവുമായ പെരുന്നാൾ നിനക്കായി ആഘോഷിക്കുവാനും അവരുടെ കൂട്ടത്തിലും അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് നിനക്ക് നിന്റെ പിതാവിനും ജീവനവായും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കും. സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ സഭയും നിന്റെ അവകാശവും ആത്മശരീരങ്ങളുടെ കഴുത്തുകളെ തിരുമുമ്പാകെ കുറിച്ചിരിക്കുന്നു. നിന്റെ ദാസന്മാരെയും ദാസികളെയും നിന്റെ ബഹുമാനികളുടെ ഭയങ്കര സിംഹാസനം മുമ്പാകെ അപേക്ഷകരായി സാഷ്ടാംഗം പ്രണാമം ചെയ്ത് വണങ്ങി നിന്ന് സങ്കടപൂർവ്വം നിങ്ങൾ നിലവിളിച്ചുകൊണ്ട് തങ്ങളുടെ നിയമനം നിലനിർത്ത് നിന്റെ കരുണയോടെ പരിഹാരം യാചിക്കുകയും ചെയ്യുന്നു. മനുഷ്യ സ്നേഹമുള്ള കർത്താവേ, ഇവരെ വ്യക്തമായി വിട്ടയക്കാതെ ഇവരുടെ മുമ്പിൽ ശ്രീമണ്ഡാരം തുറന്ന് ഇവർ മഹനീയമായ ഈ പെരുന്നാളിനെ വിവിധ നിലകളിൽ ദർശിക്കുവാനും ഊശാനകളാൽ നിന്നെ പുകഴ്ത്തിയതായ ആ കുട്ടികൾക്ക് സഹാക്കളായി തീരുവാനും തക്കവണ്ണം ഐശ്വര്യമേറിയ നഗരങ്ങളാൽ ഇവരെ സന്തോഷിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുവാനാകണമേ. ഈ മനുഷ്യാവതാര വ്യാപാരത്തെ പൂർണ്ണമായി ഞങ്ങളുടെ അടുക്കൽ നിർവഹിച്ച ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ മഹാകരുണയാൽ ഈ കൊമ്പുകളെയും ഇവ വെട്ടിയെടുത്ത വൃക്ഷങ്ങളെയും നിന്റെ കർത്തൃത്വം സൃഷ്ടിച്ചുണ്ടാക്കിയതായ എല്ലാ സസ്യാദികളെയും നീ അനുഗ്രഹിക്കണമേ. ഈ കൊമ്പുകൾ ഇവയെ വഹിക്കുന്നവരുടെ അനുഗ്രഹത്തിനും ഇവയെ ധരിക്കുന്നവരുടെ സംരക്ഷണത്തിനും പര്യാപ്തമായി തീരണമേ. ഇവയെ മഹത്വത്തിന്റെ കൊമ്പുകളും വിശുദ്ധിയുടെ പത്രങ്ങളും നിർമ്മലതയുടെ ഊർസാനങ്ങളുമാക്കി തീർക്കുവാനേ. ഇവ വിശ്വാസത്തിന്റെ സ്ഥിരതയ്ക്കും ശൈശവത്തിന്റെ അലങ്കാരത്തിനും വാർദ്ധക്യത്തിന്റെ പരിപാകതയ്ക്കും ദൈവാലയങ്ങളുടെ പുകഴ്ചയ്ക്കും ദേവാലയങ്ങളുടെ ശ്രേഷ്ഠതയ്ക്കും ഭവനങ്ങളുടെ അനുഗ്രഹത്തിനും വിശ്വാസികളുടെ വിശ്വാസനിഷ്ഠതയ്ക്ക് ഉതകുമാറാകണമേ. എന്നാൽ നിനക്കും വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. ഹോശോ ദൈവമേ, നീ അനുഗ്രഹിക്കപ്പെട്ടവനാ
സൈന്യങ്ങളുടെ ദൈവവും സകല സൃഷ്ടികളുടെയും സൃഷ്ടാവുമായ കർത്താവേ, സുശക്തമായ നിന്റെ കയ്യാലും ബലമേറിയതിന്റെ ഭുജത്താലും അടിയങ്ങളെ കാത്തുകൊള്ളണം. അഗ്നിമയക്കാട് സൗകര്യങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ശിശുക്കളോടും കുഞ്ഞുങ്ങളോടും ഒരുമിച്ച് ഉന്നതങ്ങളിൽ ഉത്സാഹ എന്ന ആർത്തു പറയുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ, ഞങ്ങളുടെ അപേക്ഷകൾ കൈക്കൊള്ളുമാറാകണമേ, ഞങ്ങളുടെ യാതനകൾക്ക് മറുപടി നൽകണമേ, ഞങ്ങളുടെ സഹായത്തിനായി വന്നു ചേരണമേ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, രണ്ട് ലോകങ്ങളിലും അടിയങ്ങളോട് കരുണ ചെയ്യണമേ. ഇപ്പോൾ ചൊല്ലുന്ന സമയമാണ്. പ്രതിവാക്യമായി ഈശാ നീ പരിശുദ്ധൻ, ശക്താ നീ പരിശുദ്ധൻ, പ്രതിഹീന നീ പരിശുദ്ധൻ എന്ന എല്ലാവരും അടിയാറ് ചെയ്യണമെന്ന് എല്ലാവരും ഒരേ സ്ഥലത്തിൽ ഒരേ ആത്മനിർഭരോടുകൂടി കേട്ടിരുന്ന സമയം അണികൾ എടുക്കുവാൻ ശ്രമിക്കുന്നു.
Krumeya